ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മംഗലശ്ശേരിയിലേക്ക് എത്തിയ ദക്ഷയും ദക്ഷയുടെ അമ്മ പാർവതിയും ലച്ചുവിനോട് ചില കാര്യങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് ദക്ഷ ഉന്നം വെച്ചിരുന്നത് എങ്ങനെയും ശ്രീകുട്ടിയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നത് ലച്ചുവിലൂടെ സാധിച്ചെടുക്കുക എന്നതായിരുന്നു. ആ രീതിയിലുള്ള സംസാരം ദക്ഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ശ്രീദേവി. ഇവിടെ മുറപ്പെണ്ണ് എന്തിനാണ് ഇങ്ങനെ താമസിക്കുന്നതെന്നും ഇന്നേ വരെ ആ പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ ഫോട്ടോ പോലും ലച്ചുവിനെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ലച്ചുവിനോട് അവർ ഫോണിൽ സംസാരിക്കുന്ന പോലും കാണിച്ചിരുന്നില്ലല്ലോ എന്ന് ലച്ചുവിനോട് ദക്ഷ ചോദിക്കുന്നു. അങ്ങനെ ദക്ഷയെ പറഞ്ഞു പറഞ്ഞ് ലച്ചുവിന്റെ മനസ്സിൽ ശ്രീകുട്ടിക്കെതിരായുള്ള സംശയം ലച്ചുവിന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ദക്ഷ നടത്തുന്നതെന്ന് ശ്രീദേവി മനസ്സിലാക്കുന്നു. എന്തായാലും ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ ശ്രീകുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ ഭർത്താവുമായി ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്നാണ് ഞാൻ അറിയാനിടയായത്. അതുകൊണ്ട് സഞ്ജുവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കാഞ്ചന മനഃപൂർവ്വം മകളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണെന്നും അറിയാനിടയായത്. എന്തായാലും ലച്ചു, നിന്റെ ജീവിതം നീ തന്നെ വേണം സൂക്ഷിക്കാൻ. അതുകൊണ്ട് ആ സ്ത്രീക്കുട്ടിയെ ഇവിടെ നിന്ന് എത്രയും വേഗം പറഞ്ഞു വിടുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന ദക്ഷയുടെ വാക്കുകൾ കേട്ട് ലച്ചു പറഞ്ഞു. എനിക്ക് ഇവിടെ അങ്ങനെയൊന്നും തീരുമാനിക്കാൻ കഴിയില്ല ദക്ഷാമേ. ഈ വീട്ടിലേക്ക് ഞാൻ വന്നത് തന്നെ ഒരിക്കലും ഒരു കാരണവശാലും ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് കയറാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. കുറേയേറെ സ്ത്രീധനം വാങ്ങി ലക്ഷങ്ങള് വാങ്ങി ഒക്കെ വിവാഹം നടത്തേണ്ടിയിരുന്ന ആളാണ് സഞ്ജുവേട്ടൻ. ആ സഞ്ജുവേട്ടന് എന്നെപ്പോലെ ഒരു പെൺകുട്ടി എങ്ങനെ ഭാര്യയായി വന്നുവെന്ന് അതും എൻ്റെ ഭാഗ്യം മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും തീരുമാനമെടുക്കാനാവില്ല എന്ന് ലച്ചു പറയുന്നു. ഇതെല്ലാം കേട്ട് വിഷമത്തോടെ ശ്രീദേവി അപ്പുറത്ത് മാറുന്ന് സങ്കടപ്പെട്ടു. എന്തായാലും ദക്ഷ വന്നിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. ദക്ഷ സ്വന്തം അമ്മയെ നിർത്തിക്കൊണ്ട് മുൻനിർത്തി ലച്ചുവിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകാനും ശ്രീകുട്ടിയെ ഇവിടെ നിന്ന് പുറത്താക്കി വിടുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ദക്ഷ നടത്തുന്നത് എന്നും ശ്രീദേവി മനസ്സിലാക്കുന്നു. ആകെ വിഷമത്തോടെ ശ്രീദേവി ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ദക്ഷയും അമ്മ പാർവതിയും സംസാരിച്ചതിന് ശേഷം അവിടുന്ന് പോകാനായി ഇറങ്ങി. അപ്പോഴേക്കും ദക്ഷ ലച്ചുവിനോട് പറഞ്ഞു, നിനക്ക് ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. പിന്നെ ലച്ചുവിനോട് എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത സ്നേഹമുണ്ടെന്ന് ലച്ചുവിന് അറിയാവല്ലോ. ലച്ചുവിനെ കാണാൻ വേണ്ടിയാണ് അമ്മ ഇവിടെ വരുന്നത്. ലച്ചു ഈ വീട്ടിലെ കുടുംബനാഥ ആയതുകൊണ്ട് ലച്ചുവിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയും മടിക്കണ്ട എന്നും അറിയിച്ചു. ഇതെല്ലാം കേട്ട് ലച്ചു പറഞ്ഞു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഇവിടെ ഇല്ല ദക്ഷാമേ എന്ന് ലച്ചു മറുപടി നൽകുന്നു. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും അവിടേക്ക് ശ്രീകുട്ടി എത്തുന്നു. ശ്രീകുട്ടി വന്ന് ഉടനെ ലച്ചു ലക്ഷ്യയുടെ അമ്മയോട് വളരെയേറെ അടുപ്പം കാണിക്കുന്നത് കണ്ട് ലച്ചുവിനോട് ചോദിച്ചു, അല്ല ലച്ചുവിന് എങ്ങനെയാണ് ഈ അമ്മയെ പരിചയം? ഈ മുത്തശ്ശി ലച്ചുവിന് മുത്തശ്ശിയാണോ എന്ന് അന്വേഷിച്ചു. ലച്ചുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ലച്ചുവിന്റെ ഓർമ്മകൾ വല്ലാതെ തന്റെ തലച്ചോറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോലെ ലച്ചുവിന് തോന്നി. ലച്ചുവിന് വല്ലാത്ത അസ്വസ്ഥത തോന്നുമ്പോൾ ലച്ചു പറഞ്ഞു, അല്ല ഇത് എൻ്റെ മുത്തശ്ശിയല്ല, പക്ഷേ ഈ മുത്തശ്ശി എനിക്ക് എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞ് ലച്ചു ആകെ വല്ലാത്ത വിഷമത്തിലായി. കുറെ ആലോചിച്ചിട്ടും ലച്ചുവിന് അത് മനസ്സിലാക്കാൻ കഴിയാതായതോടെ ലച്ചു പറഞ്ഞു, അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോഴേക്കും ലച്ചുവിന് ഓർക്കാൻ കഴിയാത്തത് കൊണ്ട് ഉടനെ ദക്ഷ ചോദിച്ചു, അല്ല ലച്ചുവിന് അതിപ്പോ ഓർത്തെടുക്കേണ്ട കാര്യം എന്താ? എന്തായാലും ലച്ചുവിനെയും അമ്മയോടുള്ള സ്നേഹം അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ ഇപ്പൊ അത് ഓർത്തെടുക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു എന്ന്, ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്ന് ശ്രീകുട്ടിയോട് ദക്ഷ ചോദിക്കുന്നത് കേട്ട് ഉടനെ ദക്ഷ പറഞ്ഞു, ശരി ലച്ചുവിന് ഓർമ്മ വേണ്ട, പക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ ലച്ചുവിനെ എവിടെ വെച്ചാ കണ്ടത് എന്ന്, നിങ്ങൾ ഓർത്ത് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞത്. പെട്ടെന്ന് ദക്ഷ പറഞ്ഞു, അല്ല ഇതെന്താ വല്ലാത്തൊരു സംശയമുള്ളതുപോലെ, ശ്രീകുട്ടിക്ക് എന്തു പറ്റി? ഞങ്ങളിവിടെ വരുന്നതും ലച്ചുവിനോട് സംസാരിക്കുന്നതിലും ഇത്ര പ്രശ്നം എന്താ? സത്യത്തിൽ നീ ഈ വീട്ടിലെ ആരാണ്? ഈ വീടിന്റെ ഗ്രഹനാഥ അല്ലെങ്കിൽ ഇവിടുത്തെ മരുമകൾ ഈ നിൽക്കുന്ന ലച്ചുവാണ്, സഞ്ജുവിന്റെ ഭാര്യ. നിനക്ക് ഈ വീട്ടിൽ എന്ത് സ്ഥാനാ ഉള്ളത് എന്ന് സ്വാതിയോട് ദക്ഷ ചോദിച്ചു. അത് കേട്ടുകൊണ്ട് സ്വാതി മറുപടി ഒന്നും പറയാനാകാതെ ആകെ വിഷമിച്ചു നിൽക്കുമ്പോൾ ദക്ഷ പറഞ്ഞു, ഈ വീട്ടിലെ മരുമകളായ ലച്ചുവിനെ കാണാനാണ് ഞങ്ങൾ വന്നത് അതൃപ്തിയായെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞത് കേട്ട് മറുപടി ഒന്നും പറയാനാകാതെ ആകെ വിഷമിച്ച് അങ്ങനെ സ്വാതി നിൽക്കുമ്പോൾ ഉടനെ ലച്ചു പറഞ്ഞു, അതെ മതി, എൻ്റെ പേരിൽ ഒരു സംസാരവും ബഹളവും ഇവിടെ വേണ്ട. എന്തായാലും ദക്ഷാമ്മയും മുത്തശ്ശിയും പോകാനിറങ്ങ് എന്ന് പറഞ്ഞ് ലച്ചു ഇടയിൽ കയറി തടയുന്നു. വീണ്ടും സ്വാതിയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ദക്ഷയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കണ്ട് ശ്രീദേവി ഇടയിൽ കയറി, ദക്ഷ എല്ലാം അറിഞ്ഞു വെച്ച് ഓരോന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നതാണോ? എല്ലാം മനസ്സിലാകുന്നുണ്ട് എനിക്ക് എന്ന് പറഞ്ഞതും ദക്ഷയോട് ലച്ചു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ലച്ചു ഈ വീട്ടിലെ മരുമകൾ എന്നുള്ള രീതിയിൽ ആ ഒരു വിശ്വാസം ലച്ചുവിന്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ
ദക്ഷയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഒപ്പം ശ്രീകുട്ടി ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള സംശയങ്ങൾ ലച്ചുവിന്റെ മനസ്സിൽ പാകുന്ന രീതിയിൽ ദക്ഷ സംസാരിക്കുന്നതുമൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ശ്രീദേവി ദക്ഷയെ തടയുന്നു. ഉടനെ തന്നെ ദക്ഷ ശ്രീദേവിയോട് പറഞ്ഞു, ഞാൻ ലച്ചുവിനെ കാണാനായി വന്നതാണ്. എൻ്റെ അമ്മ കുറെ ദിവസമായി ലച്ചുവിനെ കാണണമെന്ന് ആവശ്യം പറയുന്നു. എൻ്റെ അമ്മയെ എൻ്റെ അരികിലേക്ക് എത്തിച്ചത് ലച്ചുവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ എൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാനിവിടെ വന്നു. കുറച്ചു ദിവസം മുന്നേ അമ്മ പറയുന്നുണ്ട് ലച്ചുവിനെ കാണണമെന്ന്. അമ്മയ്ക്ക് വയ്യായിക ഉള്ളത് കൊണ്ടായിരുന്നു അപ്പോൾ വരാതിരുന്നത് എന്ന് ദക്ഷ അറിയിച്ചു. ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ ലച്ചു പറഞ്ഞു, അതെ, ഇനി എൻ്റെ പേര് ചൊല്ലി ഇവിടെ ഒരു സംസാരം വേണ്ട, വാ മുത്തശ്ശി ഇറങ്ങാം എന്ന് പറഞ്ഞ് ലച്ചു വേഗം മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ലച്ചു മുത്തശ്ശിയുമായി പോയി കഴിയുമ്പോഴേക്കും ഉടനെ ശ്രീദേവിയോട് പറഞ്ഞു, അതെ സ്വാതി, നീ ഒരിക്കലും സഞ്ജുവിന്റെ ഭാര്യയാകാൻ പോകുന്നില്ല. നീ നോക്കിക്കോ, നീ എൻ്റെ മകളെ ആ കതിർമണ്ഡപത്തിൽ നിന്ന് കണ്ണീരോടെ പറഞ്ഞയച്ചതാണ്. അന്ന് എൻ്റെ മകൾ ഒരു ശപഥം ചെയ്തു, അവളുടെ ജീവിതത്തിൽ ഇനി ഒരു വിവാഹം ഉണ്ടാവുകയില്ല എന്ന്, അവൾക്കൊരു വിവാഹ ജീവിതം ഇല്ല എന്ന്. എൻ്റെ മകളുടെ ആ ശാപമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. നിനക്കൊരിക്കലും സഞ്ജുവിന്റെ കൂടെ ജീവിക്കാനാകില്ല, അത് തീർച്ച. നീ ഒരിക്കലും സഞ്ജുവിന്റെ ഭാര്യയായി ജീവിക്കില്ല. ഈ താലി കഴുത്തിലണിഞ്ഞ് നീ ഒരിക്കലും സഞ്ജുവിന്റെ ഭാര്യയാകാതെ തന്നെ ഇങ്ങനെ ജീവിക്കേണ്ടി വരും എന്ന് ദക്ഷ സ്വാതിയോട് പറയുമ്പോൾ മനസ്സ് തകർന്ന് സ്വാതി വേദനയോടെ അവിടെ നിന്ന് ഓടുന്നു. ഈ സമയത്ത് സ്വാതിയുടെ മനസ്സിനെ കുത്തി നോവിച്ചതിന്റെ സന്തോഷത്തിൽ ദക്ഷ നിൽക്കുമ്പോൾ ശ്രീദേവി ദക്ഷയുടെ നേരെ തട്ടിക്കയറി. ദക്ഷയുടെ അമ്മയെ മുൻനിർത്തിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ലച്ചുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നിങ്ങൾ മുതലെടുക്കുകയാണല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് സ്വാതിയെ വേദനിപ്പിച്ച ദക്ഷയ്ക്കുള്ള മറുപടിയുമായി ശ്രീദേവി അരികിലേക്ക് എത്തിയതും ദക്ഷ പറഞ്ഞു, ശ്രീദേവി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ പോയ ലച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയും നീയും, അല്ലെങ്കിൽ ഈ സ്വാതിയും നീയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കുടുംബത്തെ സ്വന്തം അച്ഛൻ തന്നെ മകന്റെ മുന്നിൽ ചെയ്തു കാണിച്ചത് തന്നെയാണ് മകനും ആവർത്തിച്ചിരിക്കുന്നത്. അന്ന് എന്താണോ മുകുന്ദൻ പറയുന്ന അവന്റെ അച്ഛൻ ചെയ്തത്, അതേ തെറ്റ് തന്നെ ഇപ്പോ അവനും ചെയ്തിരിക്കുന്നു. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഈ മംഗലശ്ശേരിക്ക് ഇനി ഒരിക്കലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്നും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നീറിപ്പോകുകയും. ഞാൻ എന്തായാലും ലച്ചുവിന്റെ ഡോക്ടറെ കണ്ടിരുന്നു, അയാളോട് ഞാൻ സംസാരിച്ചു. അയാൾ എന്നോട് പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയുമായിട്ടുള്ള ഇടപെടലിൽ ലച്ചുവിന് പഴയ ഓർമ്മകൾ മടങ്ങിയെത്തുമെന്നാണ്. ലച്ചു അമ്മയുമായി കൂടുതൽ അടുത്തിടപഴകിയാൽ ലച്ചുവിന് ആ ഓർമ്മകളിലേക്ക് വേഗം എത്തിച്ചേരാൻ കഴിയുമെന്ന്. എന്നാൽ അതിനുള്ള അവസരം ഞാൻ ഒരിക്കലും ഉണ്ടാക്കി തരില്ല. അമ്മയുമായിട്ട് ലച്ചു കൂടുതൽ അടുത്തിടപഴകാൻ ഞാൻ അനുവദിക്കില്ല. ലച്ചുവിൻ്റെ ആ പഴയ ഓർമ്മകളിലേക്ക് ലച്ചു മടങ്ങിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. ലക്ഷ്മി എന്നും ഇതുപോലെ തന്നെ ജീവിക്കണം. സഞ്ജുവിൻ്റെ ഭാര്യ എന്നുള്ള അവകാശം ഉന്നയിച്ച് ഈ വീട്ടിൽ ഇതുപോലെ കഴിയണം. നിങ്ങളെല്ലാവരും ഇതിനിടയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് നീറണം. അതാണ് എനിക്ക് ഇഷ്ടം. അത് മാത്രമല്ല ശ്രീദേവി, നിനക്ക് കിട്ടിയിരിക്കുന്ന ശാപം എന്താണെന്നറിയാമോ? നീ രണ്ട് മരുമക്കൾക്കും ഇടയിൽ കിടന്ന് ഇതുപോലെ പിടയും. അതാണ് നിനക്ക് ദൈവം വിധിച്ചിരിക്കുന്ന നിനക്കുള്ള ശിക്ഷ. നീ ചെയ്ത തെറ്റിനുള്ള നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ശ്രീദേവിയെയും വെല്ലുവിളിച്ചിട്ട് അവിടുന്ന് ദക്ഷ പുറത്തേക്കിറങ്ങി. ഈ സമയത്ത് ശ്രീദേവി ദക്ഷയുടെ വാക്കുകളെല്ലാം ഓർത്ത് ആകെ വേദനയോടെയും ഞെട്ടലോടെയും നിന്നു. സ്വാതി സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നെങ്കിൽ ദക്ഷ ഒരു കാര്യം കൂടി ശ്രീദേവിയെ ഓർമ്മിപ്പിച്ചു. ശ്രീദേവി, നീ അറിയുന്നതിന് മുൻപേ നിന്റെ മരുമകളാണ് ലക്ഷ്മി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞവളാണ് ഞാൻ. അത് നീ അറിയുന്നതിന് എത്രയോ നാളുകൾക്ക് മുന്നേ ഞാൻ മനസ്സിലാക്കി എന്ന് ദക്ഷ ശ്രീദേവിയോട് പറയുകയും ചെയ്തു. എല്ലാം കേട്ട് ആകെ വേദനിച്ച് തകർന്ന ഹൃദയവുമായി അങ്ങനെ ശ്രീദേവി അവിടെ നിന്നു. അപ്പോഴാണ് ലച്ചു റൂമിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് ലച്ചു പ്രാർത്ഥിക്കാനായി ആരംഭിച്ചു. ലക്ഷ്മി പൂജ ചെയ്യാനായുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി തൻ്റെ സഞ്ജുവേട്ടന് വേണ്ടി പൂജ ചെയ്തുകൊണ്ട് ലച്ചു വന്നിരുന്നു. ഈ സമയത്ത് അതുവഴി എത്തുന്ന സ്വാതി ലച്ചു സഞ്ജുവിന് വേണ്ടി പൂജ ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു. ഇത് കണ്ടതോടെ സ്വാതി ആകെ വിഷമത്തോടെ നിന്നു. ഒരു കാരണവശാലും ലച്ചു ലക്ഷ്മി പൂജ ചെയ്യാൻ പാടില്ല എന്ന് താൻ ശ്രീദേവി അമ്മയോട് പറഞ്ഞിട്ട് പോലും ശ്രീദേവി അമ്മയും അതിനെ തടഞ്ഞില്ലല്ലോ എന്ന വേദനയിൽ സ്വാതി അങ്ങനെ നിൽക്കുമ്പോൾ ലച്ചു തൻ്റെ പൂജയ്ക്ക് ശേഷം ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ചു, അമ്മേ, എൻ്റെ സഞ്ജുവേട്ടന് ഒരാപത്തും വരുത്തരുതേ. സഞ്ജുവേട്ടന് ഒരാപത്തും വരുത്താതെ എന്നും അമ്മ കാവലായിട്ടുണ്ടാകണേ. എൻ്റെ കഴുത്തിലെ ഈ താലി, സഞ്ജുവേട്ടൻ കെട്ടിത്തന്ന ഈ താലി, ഒരിക്കലും ഒരു ആപത്തും വരാതെ ഈ താലി എന്നും ഭദ്രമായി സൂക്ഷിക്കണേ എന്ന് സ്വാതി നിൽക്കെ തന്നെ ലച്ചു ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ലച്ചുവിൻ്റെ ആ സംസാരവും പ്രാർത്ഥനയും എല്ലാം കേട്ട് വേദനയോടെ സ്വാതി നോക്കി നിന്നു.
അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, എൻ്റെ സഞ്ജുവേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ലച്ചു ജീവനോടെ ഉണ്ടാവില്ല എന്നുകൂടി ലച്ചു പ്രാർത്ഥിക്കുന്നത് കണ്ട് ആകെ വിഷമത്തോടെ സ്വാതി റൂമിലേക്ക് ഓടിയെത്തുന്നു. റൂമിലെത്തിയ സ്വാതി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ആ ബെഡിൽ അങ്ങനെ വന്നിരിക്കുമ്പോൾ സഞ്ജു ഓഫീസിലെ ചില കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഫോണിൽ സംസാരിച്ചതിന് ശേഷം റൂമിലേക്ക് വന്നെത്തി. റൂമിൽ വന്ന് കയറിയ സഞ്ജു ആകെ വിഷമിച്ചിരിക്കുന്ന സ്വാതിയെ കണ്ടു. സ്വാതി ബെഡിലിരുന്ന് പൊട്ടിക്കരയുന്നത് കണ്ട് സഞ്ജു അരികിലേക്ക് എത്തി. സ്വാതി, എന്താ എന്താ പറ്റിയത്? താൻ എന്താ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് സഞ്ജു അന്വേഷിച്ചു. അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, സഞ്ജു, ഞാൻ സഞ്ജുവിന്റെ ആരാ എന്ന് സഞ്ജുവിനോട് സ്വാതി ചോദിച്ചു. അപ്പോഴേക്കും സഞ്ജു പറഞ്ഞു, നീ എൻ്റെ ഭാര്യ, അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ എന്ന് ചോദിച്ചതും സ്വാതി പറഞ്ഞു, എന്നിട്ട് അവൾ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ സഞ്ജുവിന്റെ ഭാര്യയല്ലേ, എനിക്ക് ഇതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഞാൻ എന്തെല്ലാം ലച്ചുവിന് വേണ്ടി സഹിച്ചു. സത്യത്തിൽ ലച്ചുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഞാൻ ത്യാഗം ചെയ്യാൻ തയ്യാറായി. എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ കയറി ഇറങ്ങുന്നതും ഭാര്യ എന്ന അവകാശം ഉന്നയിച്ച് ഈ റൂമിൽ എപ്പോഴും കയറി ഇറങ്ങുന്നതും ഒക്കെ ഞാൻ കണ്ടില്ല എന്ന് നടിച്ചു. പക്ഷേ സഞ്ജുവിനോട് അങ്ങനെ ഇടപഴകുന്നതുമൊക്കെ ഞാൻ കാണാതെ കണ്ടില്ല എന്ന് നടിച്ചു നിന്നു. എന്നാൽ ഇപ്പോൾ അത്രത്തോളം എനിക്കാകുന്നില്ല. കാരണം ഈ ലക്ഷ്മി പൂജ ഇപ്പോൾ ലച്ചു ചെയ്യുകയാണ്. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് സ്വാതി പറഞ്ഞു. സഞ്ജുവിന് വേണ്ടി ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞതും സഞ്ജു പറഞ്ഞു, അല്ല, അതിനിപ്പോ സ്വാതി എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്? ആർക്ക് വേണമെങ്കിലും ആരുടെ പേരിൽ വേണമെങ്കിലും വഴിപാടുകൾ ചെയ്യാവല്ലോ, അതിനെന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചത് കേട്ട് സ്വാതി ദേഷ്യത്തോടെ സഞ്ജുവിനോട് പറഞ്ഞു, സഞ്ജുവിന് അങ്ങനെയൊക്കെ പറയാം. സഞ്ജുവിന് ഇത്തരം പൂജയിലോ വഴിപാടുകളിലോ ഒന്നും ഒരു വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടിയിരുന്ന പൂജ മറ്റൊരു പെൺകുട്ടി ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അത് എൻ്റെ ഭർത്താവിൻ്റെ മേലുള്ള എൻ്റെ അവകാശമാണ്. അത് മറ്റൊരാൾ തട്ടിയെടുക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല എന്ന് സ്വാതി സങ്കടത്തോടെ സഞ്ജുവിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് സഞ്ജു പറഞ്ഞു, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ സ്വാതി എന്ന് പറഞ്ഞതും സ്വാതി പറഞ്ഞു, സഞ്ജു ഇപ്പോൾ ഇതെല്ലാം കേട്ട് ചിരിച്ചു തള്ളിക്കോ. എന്നാ ഒരു കാര്യം സഞ്ജു മനസ്സിലാക്കിക്കോ, കുറച്ചു കഴിയുമ്പോൾ ഈ ലക്ഷ്മി പൂജയ്ക്ക് ശേഷം സഞ്ജുവിന്റെ അരികിലേക്ക് അവൾ വരും. അപ്പോഴാണ് സഞ്ജു സത്യങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്. ആ സമയത്ത് സഞ്ജു എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്നറിയണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലച്ചു പൂജയ്ക്കെല്ലാം അവസാനം ഭർത്താവ് തന്റെ സീമന്തരേഖയിൽ ലക്ഷ്മി പൂജയ്ക്ക് ശേഷം ആ പ്രസാദം തൊട്ടു തരേണ്ട ചടങ്ങുണ്ട്. ആ ചടങ്ങ് നടത്താനായി ലച്ചു സഞ്ജുവിന്റെ അരികിലേക്ക് വരും. അപ്പോൾ സഞ്ജു അതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് കാണണം. മറ്റൊരു പെൺകുട്ടിയുടെ സീമന്തരേഖയിൽ സഞ്ജുവിന് സിന്ദൂരം ചാർത്താൻ കഴിയുമോ എന്ന് എനിക്കറിയണം. അപ്പോഴാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം എന്താന്ന് സഞ്ജു തിരിച്ചറിയൂ, സഞ്ജുവിന് മനസ്സിലാകൂ എന്ന് പറഞ്ഞ് സ്വാതി വിഷമത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും സഞ്ജു പെട്ടെന്ന് ലച്ചു മുൻപൊരു വട്ടം തനിക്ക് വേണ്ടി ലക്ഷ്മി പൂജ ചെയ്ത അന്ന് നടത്തിയ ആ ചടങ്ങുകളെ കുറിച്ച് സഞ്ജു ഓർമ്മിച്ചു. അന്ന് താൻ അതെല്ലാം വെറും തമാശയായും ലച്ചു തനിക്ക് വേണ്ടി ആ പൂജകൾ ചെയ്യുമ്പോൾ അതൊന്നും താൻ കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ അന്ന് താൻ അവിടെ അഭിനയിച്ചു നിന്നതെല്ലാം സഞ്ജു ഓർമ്മിച്ചു. അതെല്ലാം ഓർത്ത് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന് അറിയാതെ ആകെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും സഞ്ജു അങ്ങനെ ഇരുന്നു. അതിനുശേഷം പിന്നീട് സഞ്ജു ഓഫീസിലേക്ക് പോകുവാനായി റെഡിയായി പുറത്തേക്കെത്തി. ആ സമയത്ത് സഞ്ജുവിനൊരു ഫോൺ കോൾ വന്നതും ഞാൻ ഇപ്പൊ തന്നെ എത്തും, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് സഞ്ജു പുറത്തേക്ക് ഇറങ്ങാനായി തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ലച്ചു വിളിച്ചു, സഞ്ജു ഏട്ടാ. ആ വിളി കേട്ടതും സഞ്ജു പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ലച്ചു കയ്യിൽ താലവുമായി സഞ്ജുവിന്റെ അരികിലേക്ക് എത്തി. സഞ്ജു എന്താ കാര്യം എന്നറിയാതെ അങ്ങനെ നോക്കുമ്പോൾ ലച്ചു അരികിലേക്ക് എത്തി പറഞ്ഞു, സഞ്ജു ഏട്ടാ പോകാൻ വരട്ടെ, ഞാൻ സഞ്ജു ഏട്ടന് വേണ്ടി ലക്ഷ്മി പൂജ ചെയ്തതാണ്. ഈ സിന്ദൂരം എൻ്റെ സീമന്തരേഖയിൽ ഒന്ന് ചാർത്തണം, അതിനുവേണ്ടിയാണ് എന്ന് പറഞ്ഞതും സഞ്ജു പറഞ്ഞു, ലച്ചു നീ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, സഞ്ജുവേട്ടന് ഇതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് എനിക്കറിയാം. എങ്കിലും സഞ്ജുവേട്ടൻ്റെ ജീവന് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെയ്തത്. അതുകൊണ്ട് സഞ്ജുവേട്ടൻ ഈ പൂജ പൂർത്തിയാക്കിയിട്ടേ പോകാവൂ എന്ന് ലച്ചു അറിയിച്ചു. ഈ സമയത്ത് സ്വാതിയും അവിടേക്ക് എത്തി. സഞ്ജുവിനോട് സ്വാതി പറഞ്ഞതുപോലെ തന്നെ ലച്ചു സിന്ദൂരവുമായി അത് തന്റെ സീമന്തരേഖയിൽ അണിയിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ലച്ചു അരികിലേക്ക് വന്ന് നിൽക്കുന്നത് സഞ്ജു കണ്ടു. സ്വാതി പറഞ്ഞത് അതേപോലെ സംഭവിക്കുന്നു എന്നറിഞ്ഞ് സഞ്ജു വിഷമത്തോടെ സ്വാതിയെ നോക്കുന്നു. അപ്പോഴേക്കും സ്വാതി മുൻപ് പറഞ്ഞത് സഞ്ജു ഓർമ്മിപ്പിച്ചു. മറ്റൊരാൾ കെട്ടിയ താലി കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് അയാൾ അണിഞ്ഞതുപോലെ സീമന്തരേഖയിൽ സീമന്തം ചാർത്തി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് സഞ്ജുവിന്റെ അരികിലേക്ക് ലച്ചു എത്തുമ്പോൾ സഞ്ജു എന്താ ചെയ്യാൻ പോകുന്നത് എന്ന സ്വാതിയുടെ ആ ചോദ്യം സഞ്ജുവിനെ അലട്ടി. സ്വാതി വീണ്ടും നോക്കി നിൽക്കുന്നത് കണ്ട് ലച്ചു തന്നെ വീണ്ടും നിർബന്ധിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കലിയോടെ സഞ്ജു നോക്കി. ലച്ചു, നീ എൻ്റെ ആരാ? ഞാൻ എന്തിനത് നിന്റെ സീമന്തരേഖയിൽ അണിയിച്ചു തരണം? നീ ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളേ?
ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നെല്ലാം സഞ്ജു ഉറക്കെ ലച്ചുവിനോട് പറയുന്നു. ലച്ചു അതെല്ലാം കേട്ട് ആകെ വേദനയോടെ അങ്ങ് നിൽക്കുകയും ഉടനെ ലച്ചു പറഞ്ഞു, സഞ്ജുവേട്ടാ ദാ ഇതൊന്ന് എൻ്റെ സീമന്തരേഖയിൽ ഒന്ന് ചാത്തിത്താ സഞ്ജുവേട്ടാ എന്ന് പറഞ്ഞ് വീണ്ടും ആ സിന്ദൂരവുമായിട്ട് ആ താലവും കയ്യിൽ പിടിച്ച് ലച്ചു സഞ്ജുവിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. സഞ്ജു ദേഷ്യത്തോടെ ലച്ചുവിന്റെ കയ്യിലിരുന്ന ആ താലം തട്ടിത്തെറിപ്പിച്ചു. അത് കണ്ട് ലച്ചു ആകെ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോൾ ലച്ചുവിന്റെ നേരെ സഞ്ജു ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ നിന്റെ ഭർത്താവല്ല എന്ന്, നീയും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. വീണ്ടും വീണ്ടും നീ എൻ്റെ പിന്നാലെ വരരുതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും നിനക്കെന്താ മനസ്സിലാകാത്തത് എന്ന് ചോദിച്ച് ലച്ചുവിന് നേരെ സഞ്ജു തട്ടിക്കയറി. സഞ്ജുവിന്റെ ആ ദേഷ്യപ്പെടൽ കേട്ട് ആകെ വിഷമത്തോടെ ലച്ചു ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശബ്ദം കേട്ട് അവിടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും പിന്നാലെ ശ്രീദേവിയും എത്തി. സഞ്ജു ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ട് എന്താ കാര്യം എന്നറിയാറെ എല്ലാവരും ആരെ അതിശയപ്പെട്ട് നിൽക്കുമ്പോൾ ശ്രീദേവി സഞ്ജുവിന്റെ അരികിലേക്ക് ഓടിയെത്തി. എടാ മോനെ, നീ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ച് സഞ്ജുവിനോട് ശ്രീദേവി ദേഷ്യപ്പെട്ടു. ഈ സമയത്ത് സഞ്ജു കലിയോടെ പറഞ്ഞു, ഇവൾ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്? ഇത്തരം പേക്കൂത്തുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നും ഞാൻ ഇതൊന്നും അനുവദിച്ചു തരില്ല എന്നും പറഞ്ഞല്ലോ. പിന്നെ ഇവളുമായിട്ട് എനിക്കെന്ത് ബന്ധം എന്ന് ചോദിച്ച് സഞ്ജു ബഹളം വെക്കുന്നത് കണ്ട് ശ്രീദേവി പറഞ്ഞു, ലച്ചു മോളെ എന്ന് വിളിച്ച് ലച്ചുവിനെ സമാധാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ലച്ചു സഞ്ജുവിന്റെ ആ ദേഷ്യം കണ്ട് തകർന്ന മനസ്സുമായി സങ്കടത്തോടെ പൊട്ടിക്കറിഞ്ഞ് നേരെ റൂമിലേക്ക് ഓടിപ്പോകുന്നു. ശ്രീദേവി അപ്പോഴേക്കും സഞ്ജുവിന്റെ അരികിലേക്ക് ഓടിയെത്തി പറഞ്ഞു, സഞ്ജു നീ ചെയ്തത് ഒട്ടും ശരിയല്ല. നീ ചെയ്തത് ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റുന്ന കാര്യവുമല്ല. വലിയ തെറ്റാണ് സഞ്ജു നീ ഇപ്പൊ ചെയ്തത് എന്ന് പറഞ്ഞ് സഞ്ജുവിനെ ശ്രീദേവി അമ്മ കുറ്റപ്പെടുത്തുന്നു. സഞ്ജു എന്ത് പറയണമെന്നറിയാതെ ആകെ കലിതുള്ളി അങ്ങനെ നിൽക്കുമ്പോൾ സ്വാതി തന്നോട് പറഞ്ഞതുപോലെ കൃത്യസമയത്ത് അവിടേക്ക് എത്തുകയും ലച്ചു തൻ്റെ കയ്യിൽ സിന്ദൂരം തന്ന് അത് ചാർത്തി കൊടുക്കാനായി പറയുമെന്നും അപ്പോൾ സഞ്ജു എന്ത് ചെയ്യുമെന്നുള്ള സ്വാതിയുടെ ആ ചോദ്യം അതുപോലെ തന്നെ നടപ്പിലായല്ലോ എന്നോർത്ത് ആകെ വിഷമത്തോടെ സഞ്ജു നിന്നു. എന്തായാലും ഇനി മേലാൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു പോകരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ലച്ചു അവിടുന്ന് പോയതിൻ്റെ സങ്കടത്തിൽ സഞ്ജു അങ്ങനെ നിൽക്കുമ്പോഴാണ് രാജുവും മറ്റുള്ള എല്ലാവരും അവിടേക്ക് എത്തിയത്. അപ്പോഴേക്കും സഞ്ജു പറഞ്ഞു, അവൾ എന്താ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്? അവൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ തടയാൻ ഇവിടെ ആരും ഇല്ലേ? ഈ നിൽക്കുന്ന സ്വാതിയാണ് എൻ്റെ ഭാര്യ. എനിക്ക് വേണ്ടി പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വാതി ചെയ്യണം, അല്ലാതെ ലച്ചു അല്ല ചെയ്യേണ്ടത്. ഇതൊന്നും നിങ്ങളാരും എന്താ അവൾക്ക് പറഞ്ഞു കൊടുക്കാത്തത്? ഇവിടെ ഉള്ളവരാരും അതെന്താ സമ്മതിച്ചു കൊടുക്കാത്തത്? സ്വാതി ആ പൂജ ചെയ്യാനായി തയ്യാറാകാത്തത് എന്ത് കാരണത്താലാണ്? ഇങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഈ വീട്ടിലുള്ളവരൊന്നും അവളെ തടയാത്തത് എന്തുകൊണ്ടാണ് എന്നെല്ലാം ചോദിച്ച് സഞ്ജു എല്ലാവരുടെയും നേരെ ദേഷ്യപ്പെടുന്നു.